السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ റഅ്സുൽ ഖൈമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ വലിയ ഫളലായി നൽകിയ ഇവിടുത്തെ മതകാര്യ വകുപ്പ് അനുമതി നൽകിയതിലൂടെ അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് നമുക്ക് അനുവദിക്കപ്പെടുന്ന സമയങ്ങളിൽ അല്പനേരം ഒന്നിച്ചിരുന്ന് കേൾക്കുക, പറയുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഒരല്പനേരം സംസാരിക്കുവാനുള്ള വിഷയം അഹമ്മിയത്തുസ് സ്വലാത്ത് അഥവാ നമസ്കാരത്തിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവുമാണ്. സഹോദരന്മാരെ, നമ്മുടെ നിത്യ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരമപ്രധാനമായ ഇബാദത്താണ് നിസ്കാരം എന്ന് അറിയാത്ത മുസ്ലിമീങ്ങൾ ഇല്ല. ആ നിസ്കാരം നിർവഹിക്കുന്ന ആളുകളിൽ അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇബാദത്തിന്റെ ജീവനും കാതലും അറിയാതെ പോയ, അല്ലെങ്കിൽ അത് മുഖേന തന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന പരമപ്രധാനമായ മാറ്റങ്ങൾ ഇല്ലാതെ പോയ, വളരെയേറെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് അത് നിർവഹിക്കുന്ന ആളുകളിൽ തന്നെ കണ്ടുവരുന്നത്. ഇതിനൊരു പരിഹാരം ഓരോരുത്തരും അവരവർ നിർവഹിക്കുന്ന ആ ഇബാദത്തിനോട് വളരെ കൃത്യമായ ഒരു സമീപനം സ്വീകരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്.
ആദ്യമായി താൻ നിർവഹിക്കുന്ന ഈ കർമ്മം 5 നേരം നിർബന്ധമായും ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരം എന്ന് പറയുന്ന സ്വലാത്ത് എന്ന് പറയുന്ന ഈ വലിയ ഇബാദത്ത് വലിയ പാരമ്പര്യമുള്ള ഒരു കർമ്മമാണ് എന്നൊരു ബോധം ലോകത്ത് വന്ന മഹാന്മാരായ പ്രവാചകന്മാരോടൊക്കെ അള്ളാഹു കൽപ്പിച്ച ഒരു ഇബാദത്തിന്റെ തുടർച്ചയാണ് ഞാനും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അത് നിർവഹിക്കുന്ന ഒരു മുസ്ലിം അറിയുന്നതോടുകൂടി എത്രത്തോളം വലിയ മഹാന്മാർ ഈ ലോകത്ത് കാണിച്ചു തന്ന ഒരു പാരമ്പര്യത്തിലാണ് ഞാൻ കുടികൊള്ളുന്നത് എന്ന ഒരു ആത്മബോധം, ഒരു അഭിമാനബോധം അത് നിർവഹിക്കുന്ന മുസ്ലിമിന്റെ മനസ്സിൽ അത് ഉണ്ടാക്കി തീർക്കുകയാണ്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, വഅഖിമിസ്സലാത ലിദിക്രി, എന്നെ ഓർക്കുവാനും സ്മരിക്കുവാനും വേണ്ടി നീ നിസ്കാരത്തെ നിലനിർത്തുക. മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതുപോലെ തന്നെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, അദ്ദേഹം തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്ന വേളയിൽ പോലും അവിടുന്ന് പറഞ്ഞു, വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നിസ്കരിക്കണമെന്നും സക്കാത്ത് കൊടുക്കണമെന്നും എന്നോട് എന്റെ റബ്ബ് ശക്തമായി ഉപദേശിച്ചിരിക്കുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ കഅബാലയം ഇന്ന് സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം മണ്ണിട്ട് മൂടിക്കിടക്കുന്ന കേവലം വിജനമായ ഒരു മരുഭൂമിയായിരുന്നു എന്നും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പിന്നീടാണ് അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹു നിർണയിച്ചു കൊടുത്ത അസ്ഥിവാരത്തിൽ നിന്ന് കഅബാലയം പടുത്തുയർത്തിയതെന്നും നമുക്കറിയാം. അതിന്റെ മുമ്പേ തന്നെ ആ വിജനമായ മരുഭൂമിയിൽ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യയായ ഹാജറ റളിയല്ലാഹു അൻഹയെയും കൈക്കുഞ്ഞായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും പാർപ്പിച്ചു പോകുമ്പോ അവിടെ എന്തിനാണ് അവരെ താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു പ്രാർത്ഥനാ രൂപത്തിൽ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദസ്സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാഹ്. അല്ലാഹുവേ, ആരാരുമില്ലാത്ത കൃഷിയോ മറ്റു കാര്യങ്ങളോ ജനവാസമോ ഒന്നുമില്ലാത്ത ഈ പ്രദേശത്ത് ഞാൻ എൻ്റെ സന്താന പരമ്പരകളിൽ നിന്നുള്ളവരെ ഇവിടെ പാർപ്പിച്ചു പോകുന്നു. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, എന്തിന്? ലിയുഖീമുസ്സലാഹ്, അവര് നിസ്കാരം നിലനിർത്തുവാൻ വേണ്ടി. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതാണ്, നിസ്കാരം നിലനിർത്താൻ വേണ്ടി ഇവരെ പാർപ്പിച്ചിരിക്കുകയാണ്. മാത്രല്ല, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന നമ്മളൊക്കെ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ന് വരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയാ പറയുന്നത്, റബ്ബി ജഅൽനീ മുഖീമസ്സലാഹ് വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി, എന്റെ രക്ഷിതാവേ, ജഅൽനി, നീ എന്നെ ആക്കണേ, മുഖീമസ്സലാഹ്, നിസ്കാരം ശരിക്ക് നിർവഹിക്കുന്ന നിലനിർത്തുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ. വമിൻ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ നിന്നും അങ്ങനെ നിസ്കാരം നിലനിർത്തുന്നവരെ നീ ഉണ്ടാക്കണം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വതഖബ്ബൽ ദുആ, എന്റെ പ്രാർത്ഥന കബൂലാക്കണേ, സ്വീകരിക്കണേ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ. ഞാൻ പറഞ്ഞു വരുന്നത്, അവരൊക്കെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ
അത് കേട്ട് വളർന്നവനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഖുർആനിൽ പ്രശംസിച്ചു പറയുന്നിടത്ത് കാണാം, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാ വകാന ഇൻദ റബ്ബിഹി മർദിയ്യാ. ആരായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം? സത്യസന്ധനായിരുന്നു, അള്ളാഹു നിശ്ചയിച്ച റസൂലായിരുന്നു, നബിയായിരുന്നു എന്നൊക്കെ പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു തആല പറയാണ്, വകാന യഅ്മുറു അഹ്ലഹു, ഇസ്മായിൽ തന്റെ കുടുംബത്തോട് കൽപ്പിക്കാറുണ്ടായിരുന്നു, ബിസ്സലാത്തി വസ്സകാ, നിസ്കാരം നിലനിർത്താനും സകാത്ത് കൊടുക്കാനും ഒക്കെ കൽപ്പിക്കാറുണ്ടായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർദിയ്യാ, അദ്ദേഹം തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ തൃപ്തി നേടിയ ഒരു മഹാനായിരുന്നു. അപ്പൊ ഈ പറയപ്പെട്ട എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള ഒരു പരമപ്രധാനമായ കാര്യമായിരുന്നു നിസ്കാരം. അതാത് കാലഘട്ടങ്ങളിൽ അള്ളാഹു അവന്റെ പ്രവാചകന്മാർക്ക് കൊടുത്ത നിസ്കാരത്തിന്റെ രൂപഭാവങ്ങളിലും സമയങ്ങളിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണാമെന്നതൊഴിച്ചാൽ എല്ലാ നബിമാരോടും നിസ്കാരം കൊണ്ട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ നിസ്കരിക്കുന്ന മുഴുവൻ സ്ത്രീ പുരുഷന്മാരും ഗ്രഹിക്കണം, ഞാൻ ഈ ചെയ്യുന്നൊരു പണി ഈ അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല. ഞാനേറെ സ്നേഹിക്കുന്ന, ഞാനേറെ ബഹുമാനിക്കുന്ന എന്റെ നിസ്കാരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഗുണം ചെയ്യണേ എന്ന് ഞാൻ പറയുമ്പോൾ ഉടനെ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. വളരെ പഴക്കമുള്ള ഒരു വലിയ ഇബാദത്താണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ ആ നിർവഹിക്കുന്ന നിസ്കാരത്തിന്റെ ഒരു മഹത്വവും അതിന്റെ ഒരു പ്രൗഢിയും അതിന്റെ ഒരു മേന്മയും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കണം. മാത്രമല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പരലോകത്തുള്ള വിചാരണ നടക്കുമ്പോൾ ആദ്യമായി എന്റെ കർമ്മരേഖകളിൽ നിന്ന്, എന്റെ കർമ്മങ്ങളിൽ നിന്ന് ഞാൻ ആദ്യം മറുപടി പറയേണ്ടി വരുന്ന ഇബാദത്ത് നിസ്കാരമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതും അതിന്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കി തരുന്ന യാഥാർത്ഥ്യമാണ്. ഒരാളെ കുഫറിന്റെയും ഇസ്ലാമിന്റെയും ഇടക്കുള്ള അതിർവരമ്പായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതും നിസ്കാരമാണ്. നിസ്കാരം ഒഴിവാക്കിയവൻ ഇസ്ലാമിൽ മെമ്പർഷിപ്പില്ല. നിസ്കരിക്കാത്തവൻ, അത് പണ്ഡിത ലോകത്തുള്ള വേറിട്ടൊരു ചർച്ചയാണ്, നിസ്കരിക്കാത്തവൻ കാഫിറാണോ അല്ലേ? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ നിസ്കരിക്കാത്തത് ഇങ്ങനെ ഒരു അലസതയോണ്ടാണെങ്കിൽ ഓൻ കാഫിറാന്ന് പറഞ്ഞൂടാ. കഠിനമായ പാതകമാണ് അവൻ ചെയ്യുന്നത്, നരകമാണ്, പക്ഷെ അവൻ കാഫിറാണെന്ന് പറഞ്ഞൂടാ, കാരണം അവൻ നിസ്കാരം വാജിബാണെന്നൊക്കെ അവൻ പറയുന്നുണ്ടല്ലോ. അതേ അവസരത്തിൽ വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, നിസ്കാരം വാജിബാന്ന് അവന്റെ പറയലിന് എന്ത് ആത്മാർത്ഥതയാ ഉള്ളത്, ഉണ്ടെങ്കിൽ അവൻ നിസ്കരിക്കണ്ടേ. അപ്പൊ നിസ്കരിക്കുന്നില്ലെങ്കിൽ ആ നിസ്കാരം ഉപേക്ഷ വരുത്തുന്നത് കൊണ്ട് തന്നെ അവൻ കാഫിറാണ് എന്നും പണ്ഡിതന്മാർ പറയുന്നു. എന്തായാലും നരകണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് ഏറ്റവും മഹത്വമേറിയ ഒരു ഇബാദത്താണെന്നും പൂർവീകരായ അമ്പിയാക്കളിലൂടെ തനിക്ക് കൈമാറി കിട്ടി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ തനിക്കത് പൂർത്തീകരിച്ച് കിട്ടി, അവിടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതമായ മിഅ്റാജിന് വേണ്ടി ക്ഷണിച്ച രാത്രിയിൽ എല്ലാ ഇബാദത്തും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമി ലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വഹയായിക്കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട് നിയമമാക്കിയ ഇബാദത്താണെങ്കിൽ, 5 നേരത്തെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഏഴാകാശത്തിന്റെയും അപ്പുറത്തേക്ക് വിളിച്ചു വരുത്തി കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. അതാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്ന ബോധം നിസ്കരിക്കാൻ നോക്കുമ്പോൾ നമുക്കുണ്ടായാൽ അതില്ലാത്ത നിസ്കാരത്തേക്കാൾ ഒരു ഖുശൂഅ് അവനുണ്ടാകും. ഇനി സഹോദരന്മാരെ, ആ നിസ്കാരത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് അതിന്റെ ഖുശൂഅാണ്, ഭയഭക്തിയാണ്. അല്ലാഹു തആല സൂറത്തുൽ മുഅ്മിനൂൻ 1-ാമത്തെ ആയത്തിൽ തന്നെ പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ
الذين هم في صلاتهم خاشعون. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടുന്ന ഒന്നാമത്തെ ഗുണം അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാകണമെങ്കിൽ എന്താണ് ഭയഭക്തി? നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന കൃത്യമായ ബോധം. ആ ബോധം വരുന്നതോടുകൂടി തന്നെ അവൻ തല താഴ്ത്തി നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവ് കാന ഇദാ കബ്ബറ, അവിടുന്ന് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചാൽ തന്റെ തല ഉടനെ താഴ്ത്തും. തല താഴ്ത്തിയിട്ട് അവിടുത്തെ നോട്ടം സുജൂദിന്റെ സ്ഥാനത്തേക്ക് കേന്ദ്രീകരിക്കുമായിരുന്നു. അത് നിസ്കാരത്തിൽ മുഴുവനും നമ്മൾ അങ്ങനെയാ ചെയ്യേണ്ടത്. ഒരു ഘട്ടത്തിൽ ഒഴികെ, അത് നമ്മൾ തശഹുദിനിരിക്കുന്ന നേരത്താണ്, അത്തഹിയാത്ത് ചൊല്ലുന്നത്. അവിടുന്ന് അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വിരൽ ചൂണ്ടുകയും നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുവോളം ആ ചൂണ്ട് വിരലിലേക്ക് ദൃഷ്ടിയെ കേന്ദ്രീകരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അതല്ലാത്ത വേളകളിലെല്ലാം സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോട്ടം കേന്ദ്രീകരിക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന ബോധം, അവനോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന ബോധം, എന്താണ് ഞാൻ പറയുന്നത് എന്നതിന്റെ മഹത്വം. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അല്ലാഹു അക്ബർ എന്നാ പറയുന്നത്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ഒരു ദിവസം നിർബന്ധ നിസ്കാരങ്ങളിലൂടെ 94 തവണ ഞാനും നിങ്ങളും അത് പറയുന്നത്. 5 നേരത്തെ നിസ്കാരങ്ങളിലൂടെ ഒരു 94 തവണ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ 94 തവണ ഒരു ദിവസം നിർബന്ധമായിട്ടും അത് പറഞ്ഞിട്ടും നമ്മളെ ഖൽബിൽ ഇന്ന് വരെ അല്ലാഹു അക്ബർ ആണെന്ന് തോന്നിയിട്ടില്ല. കാരണം യാന്ത്രികമായ ഒരു പോക്കും വരവും അല്ലാഹു അക്ബറും. അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോട് കൂടി തന്നെ നിസ്കരിക്കുന്ന ഒരു സഹോദരന്റെ സഹോദരിയുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു, ഇനി എന്റെ ശ്രദ്ധ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മാറ്റിവെച്ചിട്ട് ഏറ്റവും അക്ബറിലേക്കല്ലേ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, ഏറ്റവും വലിയവനിലേക്ക്, അവനിലേക്ക് ഇതാ കേന്ദ്രീകരിക്കേണ്ട സമയം ആരംഭിച്ചു കഴിഞ്ഞു. അല്ലാഹു അക്ബർ. അന്യ ചിന്തകളിൽ നിന്നൊക്കെ മനസ്സ് മാറി, ഇനി വേറുള്ള ഒന്നും എനിക്ക് വലുതല്ല, എന്റെ കച്ചവടം വലുതല്ല, എന്റെ മക്കൾ വലുതല്ല, എന്റെ ഇണ, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ വലുതല്ല, എന്റെ കൂട്ടുകാർ, എന്റെ വീട്ടുകാർ, എന്റെ ജോലി, എന്റെ മറ്റു കാര്യങ്ങൾ, എന്റെ ഭവനം ഒന്നും എനിക്കിനി വലുതല്ല. അപ്പൊ ആ ചിന്തകളൊക്കെ എന്റെ മനസ്സൊന്ന് പോണം. ഇനി എനിക്ക് ഏറ്റവും വലുത് അല്ലാഹു അക്ബർ. അത് ഓരോ അടക്ക അനക്കങ്ങളിലും പോക്ക് വരവുകളിലും ചലനങ്ങളിലുമൊക്കെ നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണ്. ഒന്നിങ്ങനെ ഓർമ്മ പോകുമ്പോഴേക്ക് റുക്കോഴി പോകുമ്പോ അല്ലാഹു അക്ബർ, സുജൂദ് പോകുമ്പോ അല്ലാഹു അക്ബർ, ഇടയിലിരിക്കുമ്പോ അല്ലാഹു അക്ബർ. ഇങ്ങനെ ഒരു 94 തവണ ചുരുങ്ങിയത് നമ്മളിത് ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിൽ അല്ലാഹു അക്ബർ എന്ന് വന്നു കഴിയുന്നതോടുകൂടി അവന്റെ മനസ്സിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അളമത്ത്, ആ ബഹുമാനം അവന്റെ മനസ്സിൽ രൂഢമൂലമാക്കുവാൻ അത് സാധിക്കുകയാണ്. എങ്ങനെ നിസ്കാരത്തിൽ അത് ഉണ്ടാവേണ്ടത് നമ്മൾ പറയുന്നത്, ഇതൊക്കെ നമ്മൾ പ്രയോഗിച്ചു നോക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് വലിയ കരാറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അതിന്റെ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു, വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ السماوات والارض حنيفا مسلما وما كان من المشركين وما انا من المشركين. ഞാനിതാ എന്റെ മുഖത്തെ അല്ലാഹുവിലേക്ക്, ആകാശഭൂമികളെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് കണ്ടോ. അതോടുകൂടെ തന്നെ വലിപ്പം നമ്മുടെ മനസ്സിൽ കൂടി. പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, അവനിലേക്ക് തിരിഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. അവനിൽ ഒരാളെയും പങ്കു ചേർക്കാൻ ഞാൻ സമ്മതിക്കൂല, ഞാനത് ചെയ്യൂല, ഞാൻ ശിർക്ക് ചെയ്യൂല. ആകാശഭൂമികളുടെ സൃഷ്ടാവാരോ അവനോടെ ഞാൻ പ്രാർത്ഥിക്കൂ. ആകാശഭൂമികളുടെ സൃഷ്ടാവാരോ അവന്റെ മുമ്പിലേ ഞാൻ സുജൂദ് ചെയ്യൂ. ആകാശഭൂമികളുടെ സൃഷ്ടാവാരോ അവനോട് മാത്രമേ ഞാൻ ആത്യന്തികമായി എനിക്ക് സഹായം നൽകാൻ അവനെ കഴിയൂ. ഇങ്ങനെ നമ്മുടെ ആ റബ്ബിനോടുള്ള മഹത്വം ഇങ്ങനെ പറഞ്ഞ്
ആ അള്ളഹാനോട് പിന്നെ നമ്മൾ പറയാണ്, എൻ്റെ നിസ്കാരം, ഞാൻ ഈ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ നിസ്കാരം ഇത് മാത്രല്ല, വനുസുക്കി, ഇതിന്റെ പുറത്ത് ഞാൻ അനുഷ്ഠിക്കുന്ന മറ്റു അനുഷ്ഠാന കർമ്മങ്ങളും. അതിൽ ഏറ്റവും പ്രധാനമാണ് അറവ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നത് ശിർക്കാണ്. മുസ്ലിം ലോകത്തിൽ അതിൽ തർക്കമില്ല. എന്റെ അനുഷ്ഠാനങ്ങളും എന്റെ ഇബാദത്തും എന്റെ നിസ്കാരവും വമഹ്യായ, എന്റെ ജീവിതം മുഴുവൻ, വമമാതീനി, അവസാനം ഞാൻ മരിക്കുമ്പോ എന്റെ മരണം, ലില്ലാഹ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രമായിരിക്കും. അവൻ ആരാണ്? റബ്ബിൽ ആലമീൻ, സർവലോകരുടെയും പരിപാലകനാണ്. ലാ ശരീക ലഹ്, അവനൊരു പങ്കാളിയും ഇല്ല. ബിദാലിക ഉമിർതു, അക്കാര്യം കൊണ്ട് പഠിപ്പിക്കപ്പെട്ടവനും കൽപ്പിക്കപ്പെട്ടവനുമാണ് ഞാൻ. അങ്ങനെ കൽപ്പിക്കപ്പെട്ടാൽ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഇതിന് എതിര് പറയുന്നവനല്ല. എന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളോട് മുഴുവനും വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ അതിന് കീഴൊതുങ്ങാൻ തയ്യാറായ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. ഇതൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ പറയും, കൈകെട്ടി നിന്നാ ഓട്ടോമാറ്റിക്കലി വജ്ജഹത്ത് വരും, അങ്ങനെ ചൊല്ലിത്തീരും, ഫാത്തിഹ വരും, സൂറത്ത് വരും, റുക്കോയിൽ പോകും. ഇങ്ങനെ ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ നിസ്കാരമാകുമോ? പറയുന്നത് എന്താണെന്ന് അറിയാത്ത നിസ്കാരത്തിന്റെ പ്രതിഫലം അത് കേവലം ഒരു പുറന്തോടായി മാറുകയാണ്. എന്താ പറയുന്നതെന്ന് നമ്മൾ അറിയാതെ പോകുമ്പോ എന്താ അതുകൊണ്ട് പ്രയോജനം? പറയുന്നത് എന്താണെന്ന് അറിഞ്ഞു പറയുമ്പോ നമുക്ക് വല്ലാത്തൊരു മാറ്റം കാണുന്നുണ്ട്. അതല്ല, നിങ്ങൾ നിസ്കാരത്തിൽ ചോദിക്കുന്ന അതേ കാര്യം നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുമ്പോ ചിലപ്പോ കണ്ണുനീരൊക്കെ വരുന്നില്ലേ? അല്ലാ, സുഖല്ല, വേദന ഉണ്ട്, റബ്ബേ ആരോഗ്യം തരണം. ഇത് നിങ്ങൾ നിസ്കാരത്തിലും പറഞ്ഞില്ലേ? അല്ലാ, ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, ഖബറിലൊന്നും ശിക്ഷിക്കല്ലേ, നരകം ഭയങ്കര ഭയാനകമാണ്, നിസ്കാരത്തിലും പറഞ്ഞില്ലേ? പക്ഷെ നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ഇങ്ങനെ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വരികയാണ്. അതേപോലെ നിങ്ങൾ ഇത് അറിഞ്ഞ് പറയണം എന്നാണ്. എന്താ നിസ്കരിക്കുന്നവൻ പറയുന്നതെന്ന് അറിഞ്ഞു പറയണം. ഇസ്ലാമിലെ മദ്യനിരോധനം ചില കാലഘട്ടങ്ങളിലൂടെ ഘട്ടം ഘട്ടമായിട്ടാണ് നിരോധിച്ചതെന്ന് സർവ്വ മുസ്ലിമീങ്ങൾക്കും അറിയാം. ആദ്യ കാലഘട്ടത്തിൽ മദ്യപിച്ചിരുന്ന അറബികളോട് ഇസ്ലാം ഒറ്റയടിക്ക് മദ്യം നിർത്തണം എന്ന് പറഞ്ഞില്ല. ആദ്യം അവരോട് പറഞ്ഞതെന്താണ്? മദ്യത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കും, അപ്പൊ പറഞ്ഞേക്ക് അതിൽ കുറെ നന്മയുണ്ട്, കുറെ ചീത്തയുണ്ട്, അതിലുള്ള ചീത്തയാണ് അധികം മികച്ചു നിൽക്കുന്നത്. അതിൽ കുറെ നല്ല വശങ്ങളുണ്ട്, അന്ന് കുടിക്കുന്ന ആളുകൾക്കുള്ള നല്ല വശങ്ങൾ അവർക്ക് കുറച്ച് സുഖം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കുന്നവനോട് ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാ അതേ അംഗീകരിച്ചു കൊടുത്തു. അതൊക്കെ ശരിയാണ്. കുറച്ച് മാനസികോല്ലാസമൊക്കെ എനിക്ക് തോന്നുന്നുണ്ടാവും, ഇപ്പൊ ഭൂമിയിൽ നിന്ന് വിട്ടു എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ അതിലൊരുപാട് തിന്മയുള്ളത്, അതാ മികച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അതോടുകൂടെ തന്നെ ഒരു ആവറേജ് ബുദ്ധിയുള്ളവനൊക്കെ മനസ്സിലായി, നന്മയേക്കാൾ തിന്മ മികച്ചു നിൽക്കുന്നത് എന്തായാലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കലാ ബുദ്ധി. അങ്ങനെ കുറെ ആൾക്കാർ ആ ആയത്തോടു കൂടി തന്നെ മദ്യത്തിൽ നിന്ന് ഒഴിവായി. ഇതിനാ നമ്മൾ ഈ തിന്മ മികച്ചു നിൽക്കുന്ന ഒരു സംഗതിക്ക് പോകുന്നു എന്ന് വിചാരിച്ച് അതിൽ നിന്ന് മാറി. രണ്ടാം ഘട്ടം ഇസ്ലാം പറഞ്ഞത്, വലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ, നിങ്ങൾ മദ്യപിച്ചവരായ നിലയിൽ നിങ്ങൾ നിസ്കാരത്തെ സമീപിച്ചു പോകരുത്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, അങ്ങനെ നിങ്ങൾ മദ്യപിച്ചവരായി കൊണ്ട് നിസ്കരിച്ചാലുള്ള തകരാറ് നിങ്ങൾ പറയുന്നതെന്തെന്ന് നിങ്ങൾ അറിയാതെ പോകുന്നു. കാരണം പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കള്ളുടിയന്മാർ അങ്ങനെയല്ലോ, അവരെന്തൊക്കെയോ പറയുണ്ടാവും. ബോധമൊക്കെ തെളിഞ്ഞതിന്റെ ശേഷം ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയും, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറയും. ബോധമല്ല. അപ്പൊ ബോധത്തോടെ നിസ്കരിക്കണം എന്നാണല്ലോ, സ്വബോധത്തോടെ നിസ്കരിക്കാൻ കഴിയില്ല മദ്യപിച്ചാൽ എന്നാണല്ലോ അള്ളാഹ് അന്ന് കാരണം പറഞ്ഞത്. ഇവിടെ നമ്മൾ മദ്യപിക്കാതെ ലഹരിയൊന്നുമില്ലാതെ സ്വബോധം നഷ്ടപ്പെട്ട് നിസ്കരിക്കുകയാണ്. അവിടെ ആയത്തിലൂടെ അള്ളാഹു തആല പറഞ്ഞ എന്താണ്? പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നത് വരെ നിങ്ങൾക്ക് മനസ്സിലാവൂല മദ്യപിച്ചാല്. അപ്പൊ മദ്യപിക്കാതെ നിസ്കരിക്കുമ്പോ എന്തുണ്ടാവും? പറയുന്നത് എന്താന്ന് മനസ്സിലാവും.
അപ്പൊ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി നിസ്കരിക്കണം എന്നാണ് അതിന്റെ മറുവശം. നമുക്കതുണ്ടോ? നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇന്ന് ഇശാ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, എന്തൊക്കെ അതിൽ പറഞ്ഞു, എന്തൊക്കെ ഞാൻ അള്ളാഹിനോട് ചോദിച്ചത്. നമ്മൾ അതില് മറ്റുള്ളവരോടുള്ള ഹസദും അസൂയയും മറ്റുള്ളവന്റെ വളർച്ചയിലുള്ള പ്രയാസമൊക്കെ നിസ്കാരം കൊണ്ട് നീങ്ങുന്ന ഇസ്ലാം പറയില്ലേ? എങ്ങനെയത്? നിസ്കാരം മനുഷ്യനെ എല്ലാ വേണ്ടാത്ത തരത്തിൽ നിന്നും മുക്തമാക്കുന്നാണ് ഇസ്ലാം പറയുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ ചിന്തിക്കാതെ പോകുന്ന ഒരു പക്ഷമാണ് നമ്മൾ അത്തഹിയ്യാത്ത് ചൊല്ലുമ്പോ എന്താ പറയുന്നത്? തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവിടത്തേക്ക് വേണ്ടി സലാം പറഞ്ഞു, അല്ലാഹുവിനെ പ്രകീർത്തിച്ചു ഒക്കെ പറഞ്ഞിട്ട് പറയാണ് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഞങ്ങൾക്ക് രക്ഷ തരണം അല്ലാഹ്. അസ്സലാമു അലൈനാ, ഞങ്ങളുടെ മേൽ നിന്റെ സമാധാനം എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കണം. അവിടെ നിന്നിട്ടില്ല. നിസ്കരിക്കുന്ന മുസ്ലിമിനുണ്ടായിരിക്കേണ്ട വിശാല മനസ്കത, അത് മനസ്സറിഞ്ഞു പറയണോന് വേറൊരുത്തന് കിട്ടുന്ന ഖൈറിൽ അസൂയ തോന്നുന്നു. പറയണതന്നെ എന്താണ്? എനിക്ക് മാത്രം പോരെ റബ്ബേ രക്ഷ. അല്ലാഹുവിന്റെ സദ്വൃത്തരായ മുഴുവൻ അടിമകൾക്കും രക്ഷ കൊടുക്കണം. നിസ്കാരത്തിൽ നമ്മൾ പറയാണ്, വേറൊരാൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നാം നിസ്കരിക്കുമ്പോൾ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തുള്ള സാലിഹീങ്ങൾക്ക് വേണ്ടി മുഴുവനും നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും വഫാത്തായി പോയവരാണെങ്കിലും അവർക്കൊക്കെ രക്ഷ കൊടുക്കണേന്നാ നമ്മൾ പറയുന്നത്. അത് മനസ്സറിഞ്ഞു പറയുന്ന ഒരാൾക്ക് വേറൊരാൾക്കൊരു ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഒരു നിഅമത്ത് കിട്ടിയാൽ അതിനോട് അസൂയപ്പെടാൻ വാസ്തവത്തിൽ കഴിയുമോ? അവനത് മനസ്സറിഞ്ഞാ പറഞ്ഞതെങ്കിൽ. അങ്ങനെ ആ നിസ്കാരം കൊണ്ട് മനുഷ്യൻ മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന് മാറല്, അല്ലാതെ വെറുതെ നിസ്കരിച്ചുകൊണ്ട് ഒരാൾ മാറൊന്നുമില്ല. സാധാരണ പറയും നിസ്കരിക്കണവനാണ് ആചാരാണ്, സർവ്വതോന്യാസത്തിന്റെ മുമ്പിലുണ്ട്. എന്താ അയാളെ ജീവിതം അതുമായിട്ടൊരു ബന്ധമില്ല. അയാളെന്താ പറയണത്, എന്തിനാ നിസ്കരിക്കണം എന്നൊന്നും അയാൾക്ക് അറിഞ്ഞൂടാ. എല്ലാവരും പള്ളിയിൽ പോകും, അയാളും പോകും, ചിലപ്പോൾ പോയി എന്ന് വരും, ചിലപ്പോൾ പോയില്ലാന്ന് വരും. നിസ്കരിച്ചു, അങ്ങനെ തന്നെ. എല്ലാ തോന്നിവാസങ്ങളുടെയും മുമ്പിൽ നിസ്കരിക്കുന്നവൻ അവനുണ്ടാകാൻ കഴിയോ? മാനസികമായി ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല നിസ്കരിക്കുന്നവന്. നിസ്കരിക്കുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യൂല. എന്താ കാരണം? പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ പിടിച്ചു നിൽക്കാൻ അവന് നിസ്കാരം കരുത്തു കൊടുക്കുന്നതാണ് അല്ലാഹു പറയുന്നത്. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂആ, നിശ്ചയമായും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അസ്വസ്ഥ കലുഷിതമായ നിലക്കുള്ള ഒരു മനസ്സോടുകൂടെയാണ്. ഇദാ മസ്സഹു ശർറു ജസൂആ, അവന് വല്ല തിന്മയും ആപത്തുമൊക്കെ ബാധിച്ചാൽ അവനതാ അസ്വസ്ഥനാകുന്നു. ഇദാ മസ്സഹുൽ ഖൈറു മനൂആ, അവന് വല്ല നന്മയും കിട്ടിയാലോ അവൻ ആ നന്മ അല്ലാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് നന്മയുടെ മാർഗത്തിലേക്ക് വിനിയോഗിക്കുന്നതിന് പകരം അത് ദുഷിച്ച മാർഗത്തിലേക്ക് വിനിയോഗിച്ച് അതവൻ പിടിച്ചു വെച്ച് പിശുക്കനായി തന്നെ മുന്നോട്ട് പോകുന്നു. ഈ ഒരു ദുർഗുണത്തിൽ നിന്ന് ഒഴിവാണ് ഇല്ലൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരൊഴികെ. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവർ അവരുടെ നിസ്കാരത്തിൽ നിത്യത കാത്തു സൂക്ഷിക്കുന്നവരത്രേ. അപ്പൊ നിസ്കാരത്തിൽ നിത്യത കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥാവൂല, അവിടെ കലാപ കലുഷിതമാവില്ല. അവന് കൺട്രോൾ കിട്ടും, നിയന്ത്രിക്കാൻ കഴിയും, അവന്റെ അസ്വസ്ഥതകളിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയും. അങ്ങനെ അവനൊരു കൃത്യമായ ഒരു ജീവിതം അവന്റെ നിസ്കാരത്തിലൂടെ കിട്ടും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നിസ്കരിക്കുന്ന മനുഷ്യനെ ഹറാമുകളിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയമായും നിസ്കാരം ഫാഹിശത്തുകളിൽ നിന്ന്, മുൻകറുകളിൽ നിന്ന്, നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നു. കാരണം എന്താ? മനസ്സറിഞ്ഞിട്ട് അള്ളാഹിനോട് പറഞ്ഞതാണെങ്കിൽ അവനത് ചെയ്യാൻ കഴിയൂല. ഇപ്പൊ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞു, അള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹ് നിനക്കിഷ്ടല്ലാത്ത എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ അതിന്റെ ചുരുക്കത. അല്ലാഹ് നിനക്കിഷ്ടല്ലാത്ത ഞാൻ ചെയ്യൂല.
ഇത് അള്ളഹാനോട് ഇങ്ങനെ ആവർത്തിക്കുക, വെറുതെ യാന്ത്രികമായിട്ട് ഇങ്ങനെ ആവർത്തിക്കുക. ആ നിസ്കാരം കഴിഞ്ഞ അതിന്റെ ഇടയിലൊക്കെ എല്ലാ തോന്നിയാസവും ചെയ്യുക, നുണയും പറയുക, കളവ് പറയുക, വഞ്ചന നടത്തുക, പുറത്തേക്ക് ഇറങ്ങിയാൽ അനാവശ്യമായ കാര്യങ്ങൾ കാണുക, കേൾക്കുക, വീട്ടിൽ വെച്ചിട്ടും അതുപോലെ തന്നെ എല്ലാ വൃത്തികേടുകളും, അത് പിന്നെ സിനിമ എന്ന പേരിലോ സീരിയൽ എന്ന പേരിലോ ഇനി മറ്റ് മൊബൈലിലുള്ള ക്ലിപ്പുകൾ എന്ന പേരിലോ ഏത് പേരിലാണെങ്കിലും ശരി, അള്ളാഹു വെറുത്തിട്ടുള്ള, അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ള സകല വൃത്തികേടുകളും ഒരു മാപ്പിള ചെയ്യാന്ന് പറഞ്ഞാൽ അവനെന്തിനാ നിസ്കരിച്ച്? നുണയല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും? അള്ളാന്റെ മുമ്പിൽ 5 നേരം പോയി കൈകെട്ടി കഴിഞ്ഞിട്ട് പറയാം, അള്ളാഹ് നിനക്ക് പൊരുത്തല്ലാത്തത് ഞാൻ ചെയ്യൂല. അതുകൊണ്ട് അങ്ങനെ വേണമെന്നാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാനതിന് റെഡിയാ, വാനമിനൽ മുസ്ലിമീൻ, ഞാനതിന് റെഡിയാ. ഇതൊക്കെ അങ്ങനെ പറയാം. അപ്പൊ ഒരു തിന്മ ചെയ്യാൻ തോന്നുമ്പോൾ അവന്റെ മനസ്സിൽ ഓർമ്മ വരില്ലേ, ഇപ്പോഴല്ലേ ഞാൻ അള്ളഹാനോട് പറഞ്ഞു പോകുന്നത്, അള്ളാഹ് നിനക്ക് പൊരുത്തല്ലാത്തത് ഞാൻ ചെയ്യൂല, അങ്ങനെ ചെയ്യരുത് എന്നോട് കൽപ്പന ഉണ്ട്, ഞാൻ അതിന് കീഴൊതുങ്ങുന്ന മുസ്ലിമാണെന്നും ഞാൻ അള്ളഹാനോട് ഒപ്പിട്ട് പോന്നില്ലേ, ഇനിയിപ്പോ എങ്ങനെയാ അത് ചെയ്യാ? ഒരാവറേജ് ബുദ്ധിയും തന്റെ ഇടയ്ക്ക് ഉള്ളവന് അവന്റെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അത് പ്രാപ്തനാക്കും. ഇപ്പോഴല്ലേ ഞാൻ പറഞ്ഞത്. ഒരു പോലീസ് ഓഫീസർ മുമ്പ് പോയിട്ട് പറഞ്ഞു, ഇല്ല ഏമാനെ ഇനി ഞാൻ ചെയ്യൂല. രാവിലെ പോയി ഒപ്പിട്ടു, വൈകുന്നേരം പോയിട്ട് ഒപ്പിട്ടു, പിറ്റേന്നും പോയി ഒപ്പിട്ടു, ഉച്ചയായപ്പോ പിന്നെയും പോലീസ് പിടിച്ചു. നീ അല്ലടാ ഇന്നലെ എഴുതിയത്, ഇന്നല്ലടാ രാത്രി എഴുതിയത്, ഇനി തന്നെ വിടൂല. ഈ ഒരു പേടി പോലും പടച്ചറബിന്റെ മുമ്പിൽ പോയിട്ട് ആവർത്തിച്ചിട്ട് ഇന്നും പറഞ്ഞില്ലേ 5 നേരം, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇന്നും 5 നേരം പറഞ്ഞു. എന്നിട്ട് എന്തൊക്കെ തോന്നിയാസങ്ങളെ നമ്മൾ ചെയ്തു? ഹാസിബു ഖബ്ല അൻ തുഹാസബു. നാളെ പരലോക വിചാരണയെ അഭിമുഖീകരിക്കുന്നതിന്റെ മുമ്പ് സ്വയം ഒരു വിചാരണക്ക് വിധേയരാകൂ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളോട് ആവശ്യപ്പെടുന്നു, വസിനു ഖബ്ല അൻ തുസനു. നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നാളെ പരലോകത്ത് തൂക്കപ്പെടുന്നതിന്റെ മുമ്പ് സ്വയം ഒന്ന് തൂക്കി നോക്കൂ. എന്താ ചെയ്തത്? എന്താ ഇപ്പം പ്രവർത്തിച്ചത്? അപ്പൊ നിസ്കാരം കൊണ്ട് സഹോദരന്മാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു തെമ്മാടിത്തം ചെയ്യുമ്പോ അന്യ സമുദായക്കാര് പറയണ്, ഇയാളെന്തിനാ പള്ളിയിൽ ഇങ്ങനെ പോണ്? അവർക്ക് വരെ അറിയാ ഈ നിസ്കരിക്കുന്നവനത് ചെയ്യാൻ പാടില്ല, ഇയാളെങ്ങനെ ഇത് ചെയ്യുന്നത്? ഇങ്ങനെ നിസ്കരിക്കുക, പലിശവാകുക, നിസ്കരിക്കുക, സിനിമ ഉണ്ടാക്കുക, അവിടെ ആളുകളെ വിളിച്ചു വരുത്തുക, അത് കാണുക, വീട്ടിൽ വെച്ച് അതിന് സംവിധാനം കുട്ടികൾക്കും മക്കൾക്കൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ട് പെണ്ണ് തുണി ഒരു ഞാടിന് ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുക, അള്ളാഹുവിന്റെ റസൂല് നിഷിദ്ധമാണെന്ന് പറഞ്ഞ സംഗീതം കേട്ടുകൊണ്ടിരിക്കുക, നോണ പറഞ്ഞുകൊണ്ടിരിക്കുക, മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക, ഭാര്യയോട് വളരെ മോശമായി വർത്തിക്കുക, അതുപോലെ തന്നെ അയൽക്കാരോട് സ്നേഹബന്ധങ്ങൾ പറ്റ മുറിച്ചു കളയുക, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുക, ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ ഒരു മനുഷ്യനെ നിസ്കരിക്കുന്നു പറഞ്ഞിട്ട് ഇയാൾക്ക് എന്ത് കാര്യമുള്ളത് എന്ന് ആളുകൾ തന്നെ പലപ്പോഴും പറയുമ്പോൾ അത് നിസ്കരിക്കുന്ന നമ്മുടെ ഒരു കൽബിൽ അത് യേശുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ 1000 കൊല്ലം നിസ്കരിച്ചിട്ട് എന്ത് മാറ്റമാ ഉണ്ടാകുന്നത്? അതുകൊണ്ട് നിസ്കാരം നമ്മുടെ മനസ്സിൽ, ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കണം. അങ്ങനെ എത്രത്തോളം നമ്മുടെ നിസ്കാരത്തിൽ മാറ്റം വരുന്നുണ്ടോ, ആ നിസ്കാരത്തിൽ റബ്ബിനോടുള്ള നമ്മുടെ ഖൽബിന്റെ തഅല്ലുഖ് എത്രത്തോളം കൂടി വരുന്നുണ്ടോ, അത്രത്തോളം നമുക്കതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. അതിന്റെ കമ്മി അനുസരിച്ചു കൊണ്ട് അതിന്റെ കൂലിയും കുറഞ്ഞു പോകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അവന് 10-1 രേഖപ്പെടുത്തപ്പെടും. പിന്നെ പറഞ്ഞു 9-1, സുമുന് 8-1, സുബ് 7-1, സുദുസ് 6-1, ഖുമുസ് 5-1, റുബ് 4-1, സുലുസ് 3-1, നിസ്ഫ് പകുതി. അവിടെ നിർത്തി. നിസ്കാരത്തിന് കിട്ടുന്ന കൂലിയുടെ ആ ഒരു അളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 10-1, 9-1, 8-1, 7-1, 6-1, 5-1, 4-1, 3-1, 2-1 ഒക്കെ കിട്ടിയിട്ട് പോകുന്നുണ്ട്. എന്താ ഇത് കാരണം? ഒരേ സഫിൽ ഇപ്പം നമ്മളൊക്കെ നിസ്കരിച്ചു അല്ലേ? ഇപ്പൊ ഇരിക്കുന്നവരൊക്കെ പലരും ഒരേ പള്ളിയിൽ നിസ്കരിച്ചവരുണ്ടാവും. ഇത് അള്ളാഹുവിന്റെ കോടതിയിലാണ് ചെല്ലുമ്പോൾ വ്യത്യസ്ത കൂലിയാ. എങ്ങനെയാ ഈ വ്യത്യസ്ത കൂലിയുടെ മാനദണ്ഡം? എന്താ മാനദണ്ഡം? വേണമെങ്കിൽ ഒരാൾ നോക്കുമ്പോൾ നമ്മൾ അയാൾ വളരെ നല്ല ഖുശൂഅ് നമുക്ക് തോന്നിയിട്ടുണ്ടാകും, പക്ഷേ ഖൽബിൽ ഇൽത്തിഫാത്ത് വന്നു പോയിട്ടുണ്ട്, ഖൽബ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്.
എങ്കിൽ ആ ഹൃദയത്തിന്റെ സാന്നിധ്യം എത്രത്തോളം റബ്ബുമായിട്ടുണ്ടായിരുന്നു എന്നതിനനുസരിച്ചാണ് പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നത്. അതുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴുള്ള ഖുശൂഅ് കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നത് എന്താണെന്നറിയണം, ആ പറയുന്നതിന്റെ മഹത്വം അറിയണം. ഇതെന്റെ അവസാനത്തെ ചാൻസ് ആണെന്ന് ഒരുപക്ഷേ അവൻ ഓർത്തുകൊള്ളണം. ഇതെന്റെ ജീവിതത്തിലെ അവസാന നിസ്കാരമാണ്. അത് വലിയൊരു മരുന്നാട്ടോ. നാളെ മുതൽക്കൊന്ന് നോക്കി, നാളെ സുബഹിസ്കരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിസ്കാരത്തിന് വേണ്ടിയാണ് നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുക, ഇനിയിപ്പോൾ ഒരു ളുഹർ ആയുമ്പോൾ ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏതെങ്കിലും ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന്റെ ഇടക്ക് നമ്മൾ മൗത്താകുമ്പോൾ ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. അള്ളാഹു നമുക്ക് ഈമാനുള്ള അന്ത്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഓരോ നിസ്കാരം നിസ്കരിക്കുമ്പോഴും നമ്മൾ ആണായാലും പെണ്ണായാലും നിസ്കാരത്തിനാണ് നിൽക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇതെന്റെ അവസാന നിസ്കാരമാണ്. സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, ഒരു വിട പറയുന്നവനെ പോലെ ഉള്ള നിസ്കാരം നീ നിസ്കരിച്ചോളൂ. വിട പറയുകയാണ്, ഈ ലോകത്തിനൊന്ന് പോവുകയാണ്, ഇനി ഒരു ചാൻസ് എനിക്കില്ല, നീ ഞാൻ ഖബറിൽ കാണും, അടുത്ത വഖത്താവുമ്പോഴേക്ക് ഞാൻ ഖബറിൽ എത്തിയിട്ടുണ്ടാവും, ഇനി ഒരു ചാൻസ് ഇല്ല, ഒരു അവസാനത്തെ ചാൻസ് ആണ്, ഏറ്റവും നന്നായിട്ട് എനിക്ക് ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണിത് എന്ന നിലയ്ക്ക് ഇതാ ഞാൻ അള്ളാഹുവിനോട് ഇനി എനിക്കൊരു അവസരം കിട്ടിക്കൊള്ളണം എന്നില്ല. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, എപ്പോഴാണ് നമുക്കറിയില്ല. എല്ലാ നിസ്കാരത്തിലും നമ്മളെ മനസ്സിൽ വേണം. കാരണം ഇങ്ങനെ ഒരു നിസ്കാരം കഴിഞ്ഞിട്ടാണ് മരിക്കുക, അടുത്തൊരു നിസ്കാരത്തിന്റെ സമയത്ത് എത്തുന്നതിന് മുമ്പ് പോകും. അപ്പൊ ഖുശൂഅ് നമ്മുടെ ഖൽബിൽ നിലനിൽക്കണമെങ്കിൽ ഇതൊരു പക്ഷേ എന്റെ ജീവിതത്തിലെ അവസാന നിസ്കാരമായിരിക്കാം എന്ന ചിന്തയോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ച് സലാം വീട്ടുവോളം ആ ചിന്തയിൽ മനസ്സിനെ ഇങ്ങനെ ഒടക്കി നിർത്താൻ കഴിയണം. ഉദ്കുർ മൗതക, നിന്റെ മരണത്തെ നീ ഓർക്കണം. ഫീ സ്വലാത്തിക, നിന്റെ നിസ്കാരത്തിൽ മരണത്തെ ഇങ്ങനെ ഓർക്കുക. എന്റെ നാഥനോട് ഞാൻ സംസാരിക്കേണ്ടതാ, ഞാൻ അവനോട് പോവാണ്. ആ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കാൻ. അങ്ങനെ സഹോദരന്മാരെ, നമ്മുടെ നിസ്കാരം നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയുകയും നിൽക്കുന്നത് എവിടെയാണെന്ന ബോധമുണ്ടാവുകയും, അതാണ് ഇസ്തിഹ്ലാറുൽ ഖൽബി ബൈന യദൈ റബ്ബിഹി അസ്സ വജല്ല. സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് അവന്റെ ഖൽബിൽ അവൻ കൊണ്ടുവരണം. അള്ളാഹിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അള്ളാഹിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. വളരെ അവന്റെ ഹൃദയം അടങ്ങിയാൽ കൈകാലുകൾ അടങ്ങും, ഹൃദയം അടങ്ങിയ കൈകാലുകൾ അടങ്ങും. അപ്പൊ അവന്റെ കൈയുടെ ചലനം, അതുപോലെ തന്നെ കാലിന്റെ ചലനം, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ പോകാതെ നോട്ടം സുജൂദിലേക്ക് കേന്ദ്രീകരിച്ച് അങ്ങനെ അവന്റെ മനസ്സിനെ ഉടക്കി നിർത്താൻ കഴിയുന്നു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ മനസ്സ് ശ്രദ്ധ അങ്ങും ഇങ്ങും ഇൽത്തിഫാത്ത് വന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നീ മാറി നിന്നിട്ട് വേണം നിസ്കരിക്കാൻ. ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോകാൻ സാധ്യതയുള്ള നേരത്ത് നിസ്കരിച്ചൂടാനാണ്. ഉദാഹരണം അവിടുന്ന് പറഞ്ഞു, ഭക്ഷണം ഹാജറുള്ളൊരു നേരത്ത് നല്ല വിശപ്പുണ്ട്, ആ സമയത്ത് നിസ്കരിക്കാനെന്നാൽ മുഴുവൻ എന്തായിരിക്കും ചിന്ത. അതുപോലെ നിനക്ക് മുദാഫഅത്തുൽ അഖ്ബസൈൻ, മലമൂത്ര വിസർജനത്തിന് വേണ്ടി വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നുന്ന നേരത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്നിച്ചിട്ടാണ് പോകാന്നുള്ള നിലക്ക് നിന്നാലും മനസ്സിൽ മുഴുവൻ അതാണ്ടാവും, അതൊന്ന് കഴിഞ്ഞിട്ടാൽ മതി, പോയി കഴിഞ്ഞാൽ മതി. പറ്റൂല എന്നാ പറഞ്ഞത്. ഒരാൾക്ക് ജമാഅത്തിൽ നിന്നവരെ ഇളവുള്ളൊരു കാര്യമാണ്. ഒരാൾ പള്ളിയിലേക്ക് വന്നു, ഇവിടെ കയറാൻ നേരത്ത് വയറിന് ഭയങ്കര അസ്വസ്ഥത, ജമാഅത്ത് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അയാൾ വിചാരിക്കും ബാത്റൂമിൽ പോയാൽ ഈ ജമാഅത്തിട്ടും. അല്ല, അയാൾ ആ ജമാഅത്തല്ല നോക്കേണ്ടത്. അയാൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. കാരണം അയാൾ ജമാഅത്ത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. ഇവിടെ എത്തിയപ്പോൾ വയറിനെന്തോ ഒരു അസ്വസ്ഥത തോന്നി, ടോയ്ലറ്റിൽ പോയില്ലെങ്കിൽ നിവൃത്തിയില്ല എന്ന് വന്നു, ഇങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിർത്തി നിസ്കരിക്കാൻ ശേഷം ഒന്നിച്ചു പോകാലോ എന്നല്ല അയാൾ ചിന്തിക്കേണ്ടത്. അയാൾക്ക് ആ ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ഉദ്റാണത്, കാരണമാണത്. അയാൾ പോയിട്ട് ആവശ്യം നിർവഹിച്ചു മനസ്സ് വളരെ ഫ്രീ ആയിട്ട് ജമാഅത്ത് പോയാലും ശരി, അയാൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ആ ജമാഅത്തിൽ പങ്കെടുത്തതുപോലെയുള്ള പ്രതിഫലം അള്ളാഹു അദ്ദേഹത്തിന് രേഖപ്പെടുത്തും, സംശയമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ അവിടെയൊക്കെ ഇസ്ലാം എന്താ പറയുന്നത്? മനസ്സിൽ വേറൊന്നിനോടുള്ളൊരു ചിന്ത ഇങ്ങനെ വരുന്ന സമയത്ത് അതൊക്കെ ഒഴിവാക്കാൻ നോക്കണം കഴിയുന്നത്ര. ഭക്ഷണത്തോട് വിശപ്പ് തീർക്കണം, ഇങ്ങനെ മലമൂത്ര വിസർജനത്തിൽ ഇങ്ങനെ മുട്ടുകയാണ്, പ്രയാസപ്പെടുകയാണ്, ഒഴിവാക്കണം.
അതുപോലെ തന്നെ പറഞ്ഞു, നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലത്തും ആ സന്ദർഭത്തിലുമൊക്കെ നിന്റെ ശ്രദ്ധയെ തിരിച്ചു കളയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നീ അവിടെ നിന്നും മാറിപ്പോകണം. നിസ്കരിക്കുന്ന മുസല്ല, അതുപോലെ തന്നെ അവന്റെ ദൃഷ്ടിയിൽപ്പെടുന്ന ചുമരിന്റെ ഭാഗത്തൊക്കെ ചിത്രങ്ങളും കൊത്തുപണികളും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും അതുപോലെയുള്ള പല കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അല്ലെങ്കിൽ സൗണ്ട്, അവിടുന്ന് TV ഓൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, റേഡിയോ കേൾക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വെച്ചോ നിസ്കരിക്കാതെ മാറിപ്പോകണം. ഒരു ഒതുക്കമുള്ള ശാന്തതയുള്ള സ്ഥലത്തേക്ക് നിന്നുകൊണ്ട് നിസ്കരിക്കണം. നമ്മളൊന്ന് ഭയങ്കര മുത്തഖീങ്ങളാണ്. നമ്മൾ പറയാ എനിക്കൊന്നൊരു വിഷയമല്ല, ഞാൻ നിസ്കരിച്ചാലും എൻ്റെ ശ്രദ്ധ പോകുന്നില്ല, അതവിടെ ഓടിക്കോട്ടെ, കുട്ടികൾ ഫുട്ബോൾ കമന്ററി ഒക്കെ കേട്ടോട്ടെ, കാരണം ഇയാൾക്കും വേണം കുറച്ച് കേൾക്കുക. എൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ സമാശയല്ല സഹോദരന്മാരെ. ആളുകൾക്ക് ലഅബും ലഹുവുമാണ് ദുനിയാവിൽ. ലഅബും ലഹുവുമാണ് മനുഷ്യന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഗൗരവങ്ങൾ ഇബാദത്തുകളോട് കുറഞ്ഞു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട്, അള്ളാന്റെ റസൂലിനേക്കാൾ ഒരു മുത്തഖി ആരാണ് ലോകത്തുള്ളത്? അവിടുത്തെ പോലെ മനസ്സിനെ റബ്ബിൽ കേന്ദ്രീകരിക്കാൻ ശക്തിയുള്ള, പവറുള്ള ഏതൊരു മനുഷ്യനാണ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ളത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ വന്നപ്പോ വീട്ടിന്റെ ചുമര് മറച്ചിട്ടിട്ടുള്ള, വാതിലിന്റെ മുമ്പിൽ വിരിയായി തൂക്കിയിട്ടുള്ള തുണിയിൽ കൊത്തുപണികളും ചിത്രപ്പണികളും ഉള്ളത് കണ്ടപ്പോൾ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ആയിഷ അമീതി അന്നി ഖിറാമകി ഹാദാ, ഇതെടുത്ത് മാറ്റി, ഇത് മാറ്റി. ഇത് ഞാൻ നിസ്കരിക്കാൻ നിൽക്കുന്നിടത്താണ്, പ്രൈവറ്റ് റൂമിലേക്ക് പോകുന്ന ഭാഗത്ത് തൂക്കിയിട്ടിരിക്കുകയാണ്, കയറി വരുന്നത്. നിസ്കരിക്കാൻ നിൽക്കുന്നിടത്താണ്. ഫഇന്നഹാ അൽഹത്തിനി അൻ സലാത്തി, എൻ്റെ നിസ്കാരത്തിൽ എൻ്റെ ശ്രദ്ധ തെറ്റിക്കും. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നമ്മൾ പറയണേ എനിക്കതൊന്നൊരു വിഷയമല്ല. വിഷയമില്ലാത്ത എന്താ? എൻ്റെ നിസ്കാരമല്ല. നിസ്കാരാണെങ്കിൽ അവൻ അതൊക്കെ വിഷയമാണ്. അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ശ്രദ്ധിക്കണം. നിസ്കാരം അത് നിസ്കാരാവണം, സ്വലാത്താകണം. അതിനിതൊക്കെ അനിവാര്യമായ സംഗതികളാണ്. ഇനി സഹോദരന്മാരെ, നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിസ്കാരത്തിലേക്ക് പോകും, നിസ്കാരത്തിന്റെ അകത്ത് ഖുശൂഅ് വേണം എന്നത് അവിടെ നിൽക്കട്ടെ. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിസ്കാരത്തിലേക്കുള്ള പോക്ക് പോലും ഖുശൂഅോടുകൂടെ ആവണം. നിസ്കാരത്തിൽ ഇത് മാത്രമല്ല, നിസ്കാരത്തിലേക്ക് പോകുമ്പോ പോലും നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ ഫലാ തസ്ഔ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഓടരുത്, മറിച്ച് നിങ്ങൾ നടന്നു പോകൂ. അലൈക്കും ബിസ്സകീനതി വൽ വഖാർ, നിങ്ങൾ വളരെ ശാന്ത ഗംഭീരമായി നടന്നു പോകണം. ഇഖാമത്തോട്ട് ഒന്നാമത്തെ റക്കത്ത് ഇപ്പൊ പോകും വിചാരിച്ചിട്ട് പള്ളി ഒരൊറ്റ ഓട്ടം, ചെരുപ്പൊക്കെ ഒരു ചെരുപ്പ് പുറത്ത്, ഒരു ചെരുപ്പ് പടിഞ്ഞാറ് ഭാഗത്ത്, ഒരു ചെരുപ്പ് കിഴക്കോട്ട് എറിഞ്ഞൊരൊറ്റ കയറലേണ് കയറി മുമ്പിൽ ആരുണ്ട് നോക്കാതെ ഓടി വന്നു സഫിലിട്ട് നിന്ന്. പാടില്ല, ഹറാം, ഹറാം, പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫമാ അദ്റക്തും ഫസല്ലു, കിട്ടിയത് നിസ്കരിച്ചോളീൻ, ഫമാ ഫാതകും ഫഅതിമു, നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവീൻ, പിന്നീട് പൂർത്തിയായിക്കോളും. അപ്പൊ നിസ്കാരത്തിലേക്കുള്ള വരവ് പോലും സർവലോക പരിപാലകനായ രാജാവായ മലിക്കായ റബ്ബിന്റെ മുമ്പിലേക്ക് വളരെ അടക്ക ഒതുക്കത്തോടെ. നമ്മളൊരു ഓഫീസിലേക്ക് കയറുമ്പോൾ ഒരു മര്യാദ അല്ലേ നമുക്ക്? ഒരു മുദീറിനെ കാണാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ വർത്താനൊക്കെ നിർത്തി ബേജാറായി അടങ്ങേറായി അയാളിങ്ങനെ വരുന്നുണ്ടോ നോക്കി ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് വാതിലുറക്കുമ്പോൾ ഒന്ന് എത്തിയും പാളിയൊക്കെ നോക്കി, കണ്ടോ എന്നെ കണ്ടോ, എന്താ ഭക്തി. എന്നിട്ട് ആ വാതിലൊന്ന് തുറന്ന് കിട്ടിയാൽ തന്നെ നമ്മളിങ്ങനെ മുട്ടി, മൈ കമ്മിങ്, ഞാൻ വരട്ടെ, വന്നോട്ടെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പേടിച്ച് അയാളിങ്ങനെ ഒരു പടപ്പിന്റെ ഒരു മഹ്ലൂക്കിന്റെ അടുത്തേക്ക് നമ്മളെ കാര്യം നേടാൻ പോകുമ്പോഴത്തെ പോക്കായി പറയുന്നു. നമ്മൾ ആരെങ്കിലും മുദീർ അവിടെ ഇരിക്കുന്നുണ്ട്, ഓടി ഇങ്ങോട്ട് വന്ന് ലിഫ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി വാതിലൊക്കെ തുറന്ന് ഓടി ചെന്ന് ടിം മേളെ മുമ്പിൽ പോയിട്ട് ഒരു ഒറ്റ ഇരുത്തം, ഒരു നൃത്തം, പോടാന്നറിയും. ഇയാൾക്ക് തലക്ക് സുഖമില്ലാന്നറിയും. വാച്ച്മാനോട് പറയും പിടിച്ച് പുറത്താക്കി, ഇയാൾ എനിക്ക് എന്തോ സുഖമില്ല. ഒരു മഹ്ലൂക്കിന്റെ അടുക്കൽ ഒരു പേപ്പറും കൊണ്ട് പോകുമ്പോൾ ഒരു ഖുശൂഅ്, നമ്മളൊരു അടക്കോ ഒതുക്കോ സർവലോക പരിപാലകനായ റബ്ബിലേക്ക്, ജീവിതത്തിന്റെ വിജയത്തിലേക്ക് വിളിക്കുമ്പോ ഹയ്യ അലൽ ഫലാഹ്,
വിജയത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ ആ വിളിയാളം കേട്ട മാലിക്കിന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് പോയിട്ട് ഓടിച്ചാടി കളിച്ചു ചിരിച്ചിട്ട് പോയി നിൽക്കേണ്ടതല്ല. അലൈക്കും ബിസ്സകീനതി വൽ വഖാർ, ശാന്തഗംഭീരമായി നടന്നു പോകണേ, ഓടിപ്പോകല്ല. കിട്ടിയത് നിസ്കരിച്ചോളൂ, കിട്ടാത്തത് നിങ്ങൾ വീണ്ടെടുത്തോളൂ, പൂർത്തിയാക്കിക്കോളൂ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പോക്കിൽ വരെ ശാന്തഗംഭീരാവണം എന്ന് പറഞ്ഞാൽ പിന്നെ പോയി നിന്നാ വേണ്ടാന്നാ. നമ്മൾ കണ്ട് നിന്നാ ചൊറിഞ്ഞിട്ടും മാന്തിയിട്ടും സമയം നോക്കിയിട്ടും മൊബൈൽ വന്നാ നോക്കിയിട്ടും എവിടുക്കാ മെസ്സേജ് നോക്കിയിട്ടും എത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരികയാണ്. മൊബൈലിൽ ഇനിയിപ്പോൾ പ്രയാസമൊന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് മുമ്പിലേക്ക് അതിൻ്റെ ഡിസ്പ്ലേ കാണുന്ന നിലക്ക് മുന്നിൽ വെക്കുകയാണ്. സൈലന്റ് ആണ്, എന്നാലും വരുമ്പോ ഒന്നിങ്ങനെ നോക്കണം. അമ്മദാ അബോക്കറ, കുഴപ്പമില്ല, എന്തിനപ്പം വിളിച്ചാവോ, എന്തേ പ്രയാസം ഉണ്ടാവും. നാട്ടിൽ നിന്നുള്ള കോളാ, ഇന്ത്യൻ്റെ നമ്പറാ കാണണ്ട്, എന്താണാവോ, ഓളത്തെയാണോ, എന്താ വല്ല പൈസക്കോ ആണോ, എന്താ സംഭവം എന്നാവോ. എന്താണ്ട് ഓഫാക്കിയാൽ അല്ലെങ്കിൽ സൈലന്റ് മോഡിലാക്കിയാൽ വൈബ്രേഷനും വേണ്ടാന്ന്. വൈബ്രേഷൻ വരുമ്പോ നമ്മളെ ചിന്ത പോയില്ലേ, വൈബ്രേഷൻ വരുമ്പോ ചിന്ത പോയി ആ ഫോൺ വരുന്നുണ്ട്. അപ്പൊ തുറന്നു വെച്ച മാതിരി തന്നെ ഇല്ലേ, മറ്റോ കേൾക്കുന്നില്ലേലും നമ്മൾ കേൾക്കുന്നില്ല, ഇങ്ങനെ അത് നമുക്ക് ചിന്ത പോകും. സൈലന്റ് മോഡിൽ ആരും അറിയില്ല, അത് വന്നോട്ടെ, കാരോ കഴിഞ്ഞിട്ട് നോക്കിയാൽ, ഇല്ലെങ്കിൽ ഓഫാക്കിട്ടോ. ഓഫാക്കിയിടാൻ പലപ്പോഴും തിരക്കുള്ളവർക്ക് പ്രയാസം ഉണ്ടാവും, കോള് വരുന്നത് അറിയൂല, ശേഷം നോക്കാലോ. അപ്പൊ ഇതൊക്കെ നമ്മളിന്ന് ചിന്തിക്കാതെ ഇന്ന് അതൊന്നും പ്രശ്നമല്ല, എന്നിട്ട് വെച്ച് ഓനിങ്ങനെ ആസ്വദിക്കുകയാണ്, പാട്ടിങ്ങനെ പാടുകയാണ്. സഹോദരന്മാരെ, ഇസ്ലാം വിലക്കിയതാണ് മ്യൂസിക്, സംഗീതം. ഒരു മുസ്ലിമിന് വിലക്കപ്പെട്ട ആ സംഗീതത്തിന്റെ ടോണല്ല ഒരാളുടെ മൊബൈലിൽ വേണ്ടത്. അതിങ്ങനെ മറ്റുള്ളവനങ്ങനെ പാട്ട് കേൾപ്പിക്കുക, ഹലോന്ന് വിളിച്ചാൽ തന്നെ അവരിങ്ങനെ പാട്ട് കേൾപ്പിക്കും നമ്മളെ. അവന്റെ ചെലവില് നമ്മളിങ്ങനെ കേട്ടോളണം. ഇതൊന്നും മുസ്ലിമീങ്ങൾക്കൊന്നും നിർത്താനായിട്ടില്ല. ഇയാൾ ഏത് ലോകത്താ ജീവിക്കുന്നത് എന്നാവും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇതൊന്നും പാട്ടും പാടില്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ, ഇതൊന്നും കേൾക്കാനും പാടില്ല, ഒന്നും കാണാൻ പാടില്ല. കേട്ടോളൂ, കണ്ടോളൂ, ഇസ്ലാം അനുവദിച്ചത് മാത്രം, വിലക്കിയത് വേണ്ട. ഇസ്ലാം എന്ത് പറഞ്ഞാലും അതിൽ ഗുണമുണ്ടാവുള്ളൂ. നിങ്ങൾ ഖുർആൻ ഇങ്ങനെ കേട്ടോക്കി, കേട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ അതിന്റെ ഒരു കുളിരും ഒരു തണുപ്പും ഇങ്ങനെ നിലനിൽക്കണം. ആവർത്തിച്ച് കേൾക്കുമ്പോൾ അതിന്റെ മധുരം അറിയും. ഒരു പാട്ട് കേട്ടു, കഴിഞ്ഞു, ഇനിയും കഴിഞ്ഞു. ഒരു ദൃശ്യം അനുവദിച്ചതിലേക്ക് മാത്രം നോക്കൂ, അനുവദിക്കാത്തതിലേക്ക് നോക്കണ്ട എന്ന് പറഞ്ഞാൽ, അനുവദിക്കാത്തതിൽ നോക്കിയിട്ട് എന്ത് സമാധാനമാണ്, നോക്കുമ്പോ ഒരു സുഖം, കഴിഞ്ഞാ വേദനയായി. എന്താ ഉള്ളൊരു സൗന്ദര്യം, എന്താ ഉള്ള ഒരു ആകാര വടിവ്, ഇതൊക്കെ കണ്ടിട്ട് എനിക്കെന്താ കാര്യം? എനിക്കോളെ കിട്ടിയോ? എനിക്കോളെ അനുവദനീയാണോ? ഞാൻ അള്ള പറഞ്ഞത് എതിര് ചെയ്തില്ലേ? ഈ ലോകം എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? പരലോകവും പോയില്ലേ? അതേ അവസരത്തിൽ ഞാൻ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുകയാണ്. വിശാലാക്ഷികളായ സ്ത്രീകൾ, ഹുറുല്ലീങ്ങൾ, സ്വർഗീയമായ തരുണികൾ, അത് അള്ളാഹു എനിക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ എന്റെ കണ്ണ് കൺട്രോൾ ചെയ്താലാണ്. അവിടെ അത് കിട്ടണമെങ്കിൽ ഇതിവിടെ കണ്ണ് താഴ്ത്തണം. ഇത് കണ്ണ് അയച്ചു കഴിഞ്ഞാൽ ഇതും കിട്ടൂല, അതുമില്ല. വലിയ നഷ്ടക്കച്ചവടല്ലേ, വലിയ നഷ്ടക്കച്ചവടല്ലേ. അതുകൊണ്ട് നിസ്കരിക്കുമ്പോ അവന്റെ മനസ്സിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യൽ ഇങ്ങനെയാണ്. ഓരോ ഘട്ടങ്ങളിലും അതെന്താണ് ഞാൻ നിർവഹിക്കുന്നത്, എന്താണ് ഞാൻ പറയുന്നത്, എന്താണ് എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാകേണ്ട മാറ്റം എന്നിങ്ങനെ നിരന്തരമായി തന്റെ മനസ്സിനെ ഇങ്ങനെ പഠിപ്പിച്ചു പോരുന്ന ഒരു പ്രകൃതം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഒരു ഐക്യബോധം, ഒരു ഒരുമ. നിസ്കരിക്കാൻ നിൽക്കുമ്പോ വരെ പറഞ്ഞതെന്താ, നിങ്ങൾ സഫ് ശരിയാക്കണം, അടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞു. അടുത്ത് ചോളോട് തോളുരുമ്മി നിൽക്കാൻ പറഞ്ഞു. കാലോട് ചേർത്ത് നിൽക്കാൻ പറഞ്ഞു. നമ്മളൊന്നിനും തയ്യാറില്ല. എന്താ പള്ളി സ്ഥലല്ലേ, എന്താ അങ്ങോട്ട് കയറിയിരുന്നോ എന്നൊക്കെ പറയും. നമ്മൾ അങ്ങോട്ട് കയറിക്കോ എന്നൊക്കെ പറയും. എന്തോ ഒരാള് വിരലൊന്ന് മുട്ടിച്ചു നിന്നാൽ, സഹബത്ത് അങ്ങനെ നിന്നത്, വിരലോട് ചേർത്ത് ഇങ്ങനെ നിന്നു, മൻകിബുമായി ചേർത്ത് നിന്നു, ചുമലുമായിട്ട്. നമ്മളിങ്ങനെ വേറിട്ട ആ നൃത്തം കണ്ടാൽ തന്നെ അറിയാം. അതുപോലെ തന്നെ എന്റെ കൽബും അടുപ്പല്ല. വേണമെങ്കിൽ ഒന്ന് മുന്നോട്ട് നിന്ന്, ഒരുത്തം ബാക്കോട്ട് നിന്ന്, ഒരു സഫിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. നിസ്കാരത്തിന്റെ ഇഖാമത്തിൽ പെട്ടതാണ് സവ്വൂ സുഫൂഫകും ഫഇന്ന തസ്വിയതസ് സുഫൂഫി മിൻ ഇഖാമത്തിസ് സലാ.
നിങ്ങൾ സഫുകൾ ശരിയാക്കണേ. കാരണം സഫ് ശരിയാക്കലും നിസ്കാരം നിലനിർത്തുന്നതിൽ പെട്ടത് തന്നെ. നിസ്കാരം നിലനിർത്തുന്നവനിൽ പെട്ടവനാകണമെങ്കിൽ സഫ് ശരിക്കും നിൽക്കണം എന്നാണ്. അതുവരെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ എല്ലാത്തിലും സഫ് ഉളുവെടുക്കുമ്പോൾ തന്നെ, ആ നിസ്കാരത്തിന് പോകുമ്പോൾ ആ ഒരു ഭക്തി തന്നെ ഉളുവെടുക്കുമ്പോൾ, ഒരാൾ സമ്പൂർണമായി ഉളുവെടുക്കുമ്പോൾ അവന്റെ അവയവങ്ങൾ കഴുകി തീരുന്ന അവസാനത്തെ ഇറ്റുന്ന തുള്ളിയിലൂടെ അതിലൂടെ സംഭവിച്ചിട്ടുള്ള ചെറുദോഷങ്ങൾ ഉതിർന്നു വീഴുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം മഹത്വമേറിയ ഒരു ഇബാദത്ത് എന്ന നിലക്ക് നമ്മളിത് നിർവഹിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഒരു പള്ളിയിൽ ഏറ്റവും കൂടുതൽ ജുമുഅ പോലെ നിറഞ്ഞു കവിയേണ്ടുന്ന വഖത്ത് വാസ്തവത്തിൽ ഏതാണ്? എല്ലാവർക്കും സൗകര്യമുള്ള ഒരു സമയം ഉള്ള ഒരു നിസ്കാരം ഏതാ? സുബഹിയാണ്. എല്ലാവർക്കും സൗകര്യമാണല്ലോ. എന്താണെന്ന് വരാൻ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. നൈറ്റ് ഡ്യൂട്ടിയുള്ള വിരലിൽ എണ്ണാവുന്ന ആളുണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു പറയാൻ പറ്റില്ല. അതിന് സമയം ഭയങ്കര പ്രയാസം. അവിടെ പോയി ആസ്പത്രിയിൽ പോയിരുന്നു, അവിടെ പോയിരുന്നു, ഇവിടെ ക്യൂ നിന്നു. സുബഹിക്കാരും പോയിട്ട് ക്യൂ നിൽക്കില്ല. എല്ലാവർക്കും സൗകര്യമാണ്. ആ പള്ളിയുടെ പരിസരത്തുള്ള ഫ്ളാറ്റുകളിൽ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നുണ്ട് ആയിരങ്ങൾ. കാണാല്ല. അസ്സലാത്തു ഖൈറും മിനൻ നൗം. നിസ്കാരമാണ് ഉറക്കിനേക്കാൾ ഉത്തമം. സഹോദര, കയറി വരൂ, കടന്നു വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പറയപ്പെടുമ്പോഴും നന്ദി കെട്ട മനുഷ്യൻ അള്ളാഹു നൽകിയ പണം കൊണ്ട് വാങ്ങിയ AC-യിൽ ആ ശീതളമായ റൂമിൽ കിടന്ന് വളരെ കുളിരും പറ്റിയിട്ട് പുതപ്പും മൂടിയിട്ട് കിടന്നുറങ്ങുമ്പോ മനുഷ്യാന് എത്രത്തോളം നന്ദി കെട്ടവനാണെന്ന റബ്ബിന്റെ ചോദ്യം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വ ഇന്നഹു അലാ ദാലിക ലശഹീദ്. നിശ്ചയമായും മനുഷ്യനേറെ നന്ദി കെട്ടവനാണ്. അതിനവന്റെ പ്രവർത്തനം തന്നെ സാക്ഷിയാകുന്നു. അല്ലാഹു പറഞ്ഞതാ. മനുഷ്യനെ ഏറ്റവും നന്ദി കെട്ടവനാന്നുള്ളതിന് അവന്റെ പ്രവർത്തനം തന്നെ സാക്ഷിയാണ്. ഇതന്നെ ഉദാഹരണല്ലേ? സുബഹിക്ക് പള്ളിയിൽ പോകാതെ മൂടിപ്പുറച്ച് കിടത്തുറങ്ങുക. ആര് കൊടുത്ത പുതപ്പ, ആര് കൊടുത്ത ബെഡ, ആര് കൊടുത്ത വിസയാണ്, ആര് കൊടുത്ത ടിക്കറ്റാണ്, ആര് കൊടുത്ത പണമാണ്, ആര് കൊടുത്ത റൂമാണ്, ആരുടേതായ ഔദാര്യമാണത്. ആ റബ്ബിന്റെ ഔദാര്യമൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞതിന് എതിരും ചെയ്യുന്നു. മേഘാണ് നന്ദി കെട്ടവൻ ആരാള്? പക്ഷെ വല്ലാതെ അള്ളാന്റെ ഒരു അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ് സബൂർ. വലിയ സാബിറാണ്, അല്ലാതെ സഹനുള്ളവന് ഹലീമാണ്. നമ്മൾ ചെയ്യുന്നതിന് അപ്പളക്കപ്പളെ പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ആരും ഈ ഭൂമി പുറത്തുണ്ടാവില്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പഠിച്ചോ അങ്ങനെ നീട്ടി അയച്ചിട്ട് കൊടുക്കും. നമ്മൾ സഹിക്കോ? ഇവിടെ നിന്നിട്ട് അയച്ചു കൊടുത്ത പണം കൊണ്ട് നമ്മുടെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ പോയാൽ സഹിക്കോ? നമ്മൾ അയച്ചു കൊടുക്കുന്ന പണം, നമ്മൾ സമ്പാദിച്ചുണ്ടാക്കി കൊടുത്ത വീട്, നാം വാങ്ങിക്കൊടുത്ത ബെഡ്, നാം വാങ്ങിക്കൊടുത്ത തലേണ, നാം വാങ്ങിക്കൊടുത്ത റൂം, നമ്മൾ എടുത്തു കൊടുത്ത വീട്, നമ്മുടെ സംവിധാനങ്ങൾ, നമ്മൾ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ്, ഇതൊക്കെ ധരിച്ചിട്ട് ഒരു അന്യ പെണ്ണ് ഒരാണിന്റെ മുമ്പിൽ തന്റെ ഭാര്യ അവളുടെ മേനി അഴുക പ്രദർശിപ്പിച്ച് വേറൊരുത്തന്റെ കൂടെ കിടന്നു എന്ന് പറഞ്ഞാൽ സഹിക്കുമോ പ്രിയപ്പെട്ട പ്രവാസി? നമുക്ക് സഹിക്കുമോ? എന്താ ന്യായം? ഞാൻ കെട്ടിയ പെണ്ണല്ലേ അവള്, ഞാനല്ലേ അവൾക്ക് ചെലവിന് കൊടുക്കുന്നത്, ഞാനല്ലേ അവൾക്ക് വേണ്ടി ഇവിടെ കഷ്ടപ്പെടുന്നത്, ഞാനല്ലേ അവൾക്ക് വസ്ത്രം വാങ്ങി കൊടുത്തത്, ഞാനല്ലേ അവൾക്ക് വീട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്തത്. ഞാൻ ദുർബലനായി നീ ചോദിക്കാണ് ഞാനല്ലേ. അതെന്തേ സഹോദരാ നിനക്ക് ചിന്ത വരാഞ്ഞത്? യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബികൽ കരീം الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين. മനുഷ്യ, നീ ഇങ്ങനെ വഞ്ചിതനായി പോയത് നിന്നെ സൃഷ്ടിച്ച് നിനക്ക് വേണ്ടതൊക്കെ നൽകിയ യജമാനനെ, ഉടമയായ റബ്ബിനെ നീ മറന്നു കളഞ്ഞു. അവൻ നൽകിയ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നീ എന്തേ ഇങ്ങനെ നന്ദി കെട്ടവനായി പോയി? അവൻ നൽകിയ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അവനെ നേരെ എതിര് ചെയ്യുമ്പോ എത്രത്തോളം നീ നിന്റെ കരീമായ ഉദാരനായ റബ്ബിന്റെ കാര്യത്തിൽ നീതി പാലിക്കാതെ നീ വഞ്ചിതനായി പോയല്ലോ. അള്ളാന്റെ ചോദ്യാണത്. ഇതാ നമ്മൾ ചിന്തിക്കാത്തത്. അവിടെ വരെ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് എതിരാരെങ്കിലും ചെയ്താൽ നമ്മളെ രക്തം തിളച്ചു, അവളെ തൊലാക്കി എല്ലി അടിച്ചു, എല്ലാ സംവിധാനം. മക്കളോട് പറഞ്ഞു എനിക്ക് തിന്നാൻ തരുന്നത് ഞാനാണ്, ഞാൻ പറഞ്ഞതാണ് കേട്ടോളണം. അത് എനിക്ക് പതകല്ലേ? ഞാൻ തിന്നാൻ കൊടുക്കൽ തുടങ്ങിയത്? എനിക്കെന്നേ മോൻ ഉണ്ടായത്?
നീ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിലായ നിമിഷം മുതൽ നിനക്ക് വേണ്ടതൊക്കെ നൽകി. ഈ ലോകത്ത് നിന്ന് നീ ഒന്നും അറിയാതെ ഈ ഭൂമിയിലേക്ക് വന്നു. അള്ളാഹു ഇന്ന് വരെ നിന്നോട് ഓക്സിജന്റെ കണക്ക് ചോദിച്ചിട്ടില്ല, വായുവിന് വെള്ളത്തിന് കണക്ക് ചോദിച്ചിട്ടില്ല. ആസ്തമ രോഗം വന്നിട്ട് നീ ഹോസ്പിറ്റലിൽ പോയിട്ട് ഓക്സിജൻ പാർലറിൽ കയറിയിട്ട് ഒരു 15 മിനിറ്റ് വായു ശ്വസിച്ചാൽ നിന്റെ കുടുംബത്തിന് തലക്കടിയേൽക്കുന്ന രൂപത്തിൽ ബില്ല് വരും. 15 മിനിറ്റ് ഓക്സിജൻ ശ്വസിച്ചതിന്റെ ബില്ല് ഇന്ന് വരെ റബ്ബ് ചോദിച്ചിട്ടുണ്ടോ? പറന്നു വീണത് മുതൽ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് ഇങ്ങോട്ട് പുറത്ത് ചാടി ഇന്ന് വരെ നമ്മൾ ഓക്സിജൻ അനുഭവിച്ചു കൊണ്ടിരിക്കണം. മേലോട്ട് വലിക്കുന്നു, താഴേക്ക് വിടുന്നു. ഇതിന് ബില്ലടച്ചോ? ആ ഒരൊറ്റ അനുഗ്രഹത്തിന് റബ്ബെങ്ങാനും പിടികൂടിയാൽ ഈ ഭൂമിയിൽ ഞാനും നിങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമുക്കങ്ങനെ ആലോചന ഉണ്ടോ? ഇവിടെയാണ് സഹോദരന്മാരെ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് അനുഭവിച്ച് നമ്മളിവിടെ കഴിയുക. അതുകൊണ്ട് അവന് നന്ദി കേടും ചെയ്യുക. പിന്നെന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത്? പിന്നെന്തിനാ എന്ത് നിയമങ്ങൾ കേട്ടാലും നമുക്കൊരു കുലുക്കമില്ലാത്തൊരു മനസ്സ് വരെച്ചാൽ എന്തിനാ നിസ്കരിച്ചത്? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞത് വെറുതെ എന്നല്ലേ എന്റെ അർത്ഥം? അള്ളാഹു അക്ബർ, അള്ളയാണ് ഏറ്റവും വലുത് എന്ന് ഒരു പെണ്ണ് നിസ്കാരത്തിൽ 94 വട്ടം ഒരു ദിവസം പറഞ്ഞു. അങ്ങനെ അവൾ പിറ്റേന്ന് ഒരു കല്യാണത്തിന് പോകുമ്പോ ഇസ്ലാമികമായിട്ട് അവൾ മനസ്സിലാക്കിയതനുസരിച്ച് ഒരു പർദ്ദക്കെട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്റെ കൂടെ പോരാൻ പറ്റൂല. എന്താ ഇങ്ങനെ നടക്കാൻ പറ്റൂല? എന്റെ പർദ്ദയൊന്നും എനിക്ക് പറ്റൂല, വല്ല ചുരിദാറോ വേറെ എന്തെങ്കിലും കെട്ടോ, കുറച്ചൊക്കെ ശാരീരികമായിട്ട് എന്നെ കാണുമ്പോൾ ഒരു രസമൊക്കെ എനിക്കും തോന്നണം. ഇവിടെ വീട്ടിൽ രസമില്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഇവൻ ആകെ ഒരു രസമുള്ളൂ, അപ്പോഴേ ഒരുങ്ങുന്നുള്ളൂ. കാരണം പെണ്ണുങ്ങൾ മുഴുവൻ ഒരുങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങാനാണ്. അകത്തേക്ക് കയറാൻ ഒരു പെണ്ണ് ഒരുങ്ങണില്ല എന്നുള്ളത് ആ വാസ്തവം. അത് ഈ കാലഘട്ടത്തിൽ ഒരു ദുര്യോഗമാണ്. ഇസ്ലാം പറഞ്ഞത് അകത്ത് കയറാൻ ഒരുങ്ങണം എന്നാണ്. ഭർത്താവിന്റെ മണിയറയുടെ അകത്ത് കയറാൻ ആ പെണ്ണ് ഒരുങ്ങേണ്ടത്, പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരുങ്ങണ്ടാന്നും. നേരെ മറിച്ച് പൗഡർ ഇടുന്നു, പെൺമഷി ഇടുന്നു, സുഗന്ധടിക്കുന്നു, ഒക്കെ എന്തിനാ? പുറത്തേക്ക് പോകാൻ, പാർക്കിൽ പോകാൻ, പുറത്തേക്ക് പോകാൻ, കല്യാണത്തിന് പോകാൻ. എന്താ അകത്തേക്ക് അത് കയറുമ്പോ? അതാ മുഷിഞ്ഞൊരു മാക്സി, ആ ഒരു മണമുള്ള ഡ്രസ്സും, ആ ഒരു പാചകത്തിന്റെ മണമുള്ള ആ നിലക്കുള്ളതും, എന്താ ഒന്നുമില്ല. അപ്പൊ അടിത്തറയിൽ തന്നെ മാറ്റങ്ങൾ വന്നപ്പോ ആളുകൾക്കും തന്നെ തോന്നുന്നു വെള്ളൊന്ന് കാണണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കിട്ടണ്ടേ. അതുകൊണ്ട് അവിടെ പർദ്ദയും വേണം തന്നെ അവന് നടക്കുവോ? അതുകൊണ്ട് ഇപ്പം പറഞ്ഞു പർദ്ദ പറ്റൂല. അള്ളാഹു അക്ബർ 94 വട്ടം ഇന്നലത്തെ നിസ്കാരത്തിൽ 5 നേരം പറഞ്ഞോളാ വിളർന്ന്. കാക്ക ഇഷ്ടമല്ലെങ്കിൽ എന്നാ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അവളാണ് മാറ്റി, ഡ്രസ്സാണ് മാറ്റി. പിന്നെ തന്നെ അള്ളാഹു അക്ബർ പറഞ്ഞു. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്കെന്റെ ഭർത്താവിനേക്കാളും വലുത് എന്റെ അള്ളയാണ്, എനിക്കെന്റെ ഭാര്യയെക്കാളും വലുത് റബ്ബാണ്, എനിക്കെന്റെ ബാപ്പയെക്കാളും ഉമ്മയെക്കാളും എല്ലാവരെക്കാളും എനിക്ക് വലുത് അല്ലാഹു അക്ബർ. അള്ളയാണ് ഏറ്റവും വലിയവനാണ്. ആ പറഞ്ഞതിനോട് കൂറുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ചോളണം, അങ്ങനെ ജീവിച്ചോളണം. നല്ലൊരു കാര്യത്തിനൊരുങ്ങി ബാപ്പ തടസ്സാണ്, അവിടെ ബാപ്പാൻ അനുസരിക്കേണ്ടതില്ല. ഒരു എതിരിപ്പ് ഒന്നും മാപ്പാനോടും ഉമ്മാനോടും പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമാണ് പറഞ്ഞത് ലാ താഅത ലി മഖ്ലൂഖ്, ഒരു മഖ്ലൂഖിനെയും അനുസരിച്ചു പോകരുത്. ഫീ മഅസിയത്തിൽ ഖാലിഖി, പടച്ചവനായ ഖാലിഖായ നിനക്ക് വേണ്ടതൊക്കെ നൽകി നിന്നെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന ഖാലിഖായ നിന്റെ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനോടും അനുസരണം വേണ്ട. ഇത് ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, നിസ്കാരത്തിൽ നമ്മളതൊരു ദിവസം ചുരുങ്ങിയത് ഫർദ് നിസ്കാരത്തിലൂടെ ഒരു 94 തവണ അത് പറഞ്ഞു തീരുന്നുണ്ടെങ്കിൽ, ആ പറയുന്ന വാക്കിനോട് നമ്മുടെ ജീവിതം ഒന്ന് കൂറുപുലർത്തുള്ളതായി തീരേണ്ടതില്ലേ? ആലോചിക്കാനാ പറയുന്നത്. അങ്ങനെ നമ്മുടെ നിസ്കാരത്തിൽ ഒരു മാറ്റമൊക്കെ വരുമ്പോഴാണ് നമ്മളെ ജീവിതം തന്നെ മാറുക. അപ്പോഴാണ് പിന്നെ കണ്ണ് വീട്ടില് പ്രദർശിപ്പ് മക്കളെ ഓഫായി കാണി, വേണ്ട ഓഫായി കാണിന്നല്ല, കുടുംബനാഥൻ പോയിട്ട് എടുത്ത് ഒഴിവാക്കണം. ഞാൻ വാങ്ങിക്കൊടുത്ത ചാനലും സംവിധാനമായിട്ട് ഇവിടെ ആ പരിപാടി എന്റെ മക്കളോ ഭാര്യയോ കാണാൻ പാടില്ല. എന്തുകൊണ്ട്? ഞാനിന് മാറിയിട്ടൊന്നും കാര്യമില്ല. കുട്ടികൾ എന്താച്ചാ ആയിക്കോട്ടെ, ഞാൻ റൂം പോയിട്ട് വാതിലടച്ചിരിക്കുക, ഖുർആൻ ഓതുക. അല്ല ബാപ്പാര് എന്ത് കാര്യം അതുകൊണ്ട് ഒരു പുറത്ത് പോയി ഖുർആനൊക്കെ ഓതുക, പള്ളിയിലൊക്കെ ഇരിക്കുന്നു. മക്കളോ കഴിഞ്ഞ ഹജ്ജ് സമയത്ത് ടെന്റിൽ വെച്ച് ക്ലാസ് എടുത്തപ്പോൾ നമ്മളെ ഹാജിമാരോടൊക്കെ പറഞ്ഞു, സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ ഗൗരവമുള്ള കാര്യമുണ്ട്. എന്താ? നമ്മളിവിടെ ഹറമില്, നമ്മളെ കുടുംബങ്ങളൊക്കെ ഹറാമിലും. എന്താ ഹാജിമാരെ അതുകൊണ്ട് കാര്യം എന്ന് ചോദിച്ചു. ഞാൻ എന്നോടും ചോദിച്ചു, എല്ലാവരോടും ചോദിച്ചു.
നമ്മൾ ഹറമില്, മക്കള് ഹറാമില്. എന്തേ? ആചേര് ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഹജ്ജിനൊക്കെ പുറപ്പെട്ടു, ഭാര്യയൊക്കെ ഉണ്ട്, എല്ലാരും ഉണ്ടൊക്കെ പോന്നു, മക്കള് നാട്ടിലുണ്ട്. അവിടെ എല്ലാ 100 ചാനലുകളുള്ള കണക്ഷൻ അവിടെ ഉണ്ട്. ബാപ്പ ഹറമില് ഖുർആൻ ഓതൊക്കെ തന്നെയാണ്, മക്കൾ ഇവിടെ ഹറാമില് വിരാജിക്കുകയാണ്. നമുക്ക് ബാധ്യതല്ലേ? ചോദിക്കൂലേ അല്ലാഹ്? അപ്പൊ നമ്മൾ കണ്ണും പീറ്റൊന്നും കാര്യമില്ല. വീട്ടിലുള്ള മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി വമൻ ലം യസ്തതി' ഫഇൻ ലം യസ്തതി' ഫബിഖൽബിഹി വദാലിക ദുഅഫുൽ ഈമാൻ. നിങ്ങളിൽ ഒരാൾ ഒരു വെറുക്കപ്പെട്ട കാര്യം കണ്ടു കഴിഞ്ഞാൽ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടയണേ, അതിന് സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ട് തടയണേ, അതിനും സാധ്യമല്ലാത്ത പക്ഷം ഹൃദയം കൊണ്ട് വെറുക്കണേ. അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ പടിയെന്ന് വിശദീകരിക്കുമ്പോ ആ കൈ കൊണ്ട് തടയാനുള്ള ചാൻസ് കിട്ടുന്നിടത്തേക്കാണ് ആ നിർദ്ദേശം ബാധകമായത്. നാട്ടിലൊക്കെ തമ്മാടിത്തണ്ട്, കൈ കൊണ്ട് തടയാൻ നമുക്ക് നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അധികാരമുണ്ടോ? അതൊരു രാജ്യത്തെ ഗവൺമെന്റും അവിടുത്തെ ഭരണകൂടമൊക്കെ ഉണ്ട്, അവരുടെ ഉത്തരവാദിത്തം. നമ്മൾ പോയി ഇങ്ങാണ്ട് ഒരു കള്ളുഷാപ്പ് തല്ലി തകർക്കാൻ നമുക്ക് പറ്റുമോ? ഒരു ബാർ തച്ചടക്കാൻ നമുക്ക് പറ്റുമോ? പാടില്ല. ഒരു മുസ്ലിമിന് അത് പാടില്ല. തീവ്രവാദികൾ പറയും, എന്താ പോയി അടിച്ച് വീക്കടാ, പൊടിച്ച് കളയടാണ്. എന്ത് പൊളിച്ച് കളയണ? ആരാ നിന്നോട് അനുവാദം തന്നത്? ഒരു രാജ്യത്തെ ഒരു ഗവൺമെന്റും ഒരു ഭരണകൂടമൊക്കെ ഉണ്ടാവുമ്പോൾ അത് അവർ നോക്കിക്കോളൂ. എനിക്ക് നോക്കേണ്ട ഉത്തരവാദിത്തമില്ല.